ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 20ാമത്തെ ഞായറാഴ്ച. ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുമാണ് ഒന്നാം വായന. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് രണ്ടാം വായന. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ് സുവിശേഷ ഭാഗം നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ 3 ഭാഗങ്ങളിലും കാണുന്നൊരു പൊതുവായൊരു വസ്തുത, സത്യത്തിനും നീതിക്കും ഒക്കെ വേണ്ടി നിലകൊള്ളുന്നവർ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. പ്രതിവേദന സംഘത്തിനാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവിക നന്മകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ജെറമിയ പ്രവാചകൻ നേരിടേണ്ടി വരുന്ന പ്രശ്നം, ജെറമിയയുടെ പ്രവചനങ്ങൾ കേട്ടിട്ട് പ്രഭുക്കന്മാർ വന്ന് രാജാവിനോട് പറയുകയാണ്, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളുടെയും ജനങ്ങളുടെയും ഇവൻ നിർവീര്യനാക്കുന്നു. അതായത് അവരുടെ ആ തിന്മയിൽ നിർവീര്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിർവീര്യരാക്കും എന്ന് പറയുന്ന വാക്കുണ്ട്. നമ്മള് ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈശോയുടെ സഹനത്തിൽ ലക്ഷ്യം വെച്ചൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. വളരെ മനോഹരമായ വാക്യമാണ്. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചുവെന്ന് ചിന്തിക്കുക. അതായത് ഈശോയുടെ സഹനം കാണുമ്പോൾ നമുക്ക് മനോധൈര്യം ശക്തിപ്പെടണം. മനോധൈര്യം അസ്തമിച്ച് നമ്മൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി സഹനങ്ങളിലൂടെ കടന്നുപോയത്. അതായത് ആ പോരാട്ടത്തിൽ മുമ്പോട്ട് പോകണം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുമ്പോട്ട് പോകണം. ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ വിചിത്രമായ, വ്യത്യസ്തമായൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ പറയുകയാണ്, ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ. എന്നിട്ട് പിന്നെ പറയുകയാണ്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാണ്ട് നിവൃത്തിയാകുമ്പോൾ ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നിർവീര്യമാക്കുക, മനോധൈര്യം എന്ന് പറയുന്ന വാക്കിനോട് ചേർത്ത് വയ്ക്കാവുന്ന വാക്കാണ് ഈ കത്തിജ്വലിക്കുക എന്ന് പറയുന്ന വാക്ക്. നമ്മൾ ഓർക്കേണ്ടത്, ഈശോ സമാധാനമായിട്ട് വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത. ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക. ഇവിടെ ഈ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടോ. 1 കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ, 2 സ്നാനമേൽക്കുക, 3 ഭിന്നത. 3 വാക്കുകൾ. ഈ കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന സംഭവം എന്താണ്? അത് നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന തീ ഇറങ്ങി വന്ന് സ്ലീഹന്മാർ സുവിശേഷത്താൽ കത്തിജ്വലിക്കുന്നവരായി മാറി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ സുവിശേഷമാകുന്ന എണ്ണ നിറച്ചു നിൽക്കുന്ന തീപ്പന്തങ്ങൾ, പക്ഷെ അതിന് തീയില്ല. പരിശുദ്ധാത്മാവ് വന്ന ഒരു തീ വീണ് കഴിയുമ്പോൾ ആ തീഷ്ണതയാൽ അവർ കത്തിജ്വലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു ഇതാണ്, ദൈവിക നന്മകളുടെ പേരിൽ കത്തിജ്വലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈശോ കൊണ്ട് തന്നിരിക്കുന്ന മൂല്യങ്ങളുണ്ട്. ഞാൻ തീ ഇടാനാണുള്ളത്. സുവിശേഷമാണ് തീ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ അതൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ പറയാണ്, ഞാൻ ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത്. തീ സുവിശേഷമാണ്. സുവിശേഷമാകുന്ന തീ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കത്തിജ്വലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. കത്തിജ്വലിക്കുന്നില്ല, അത് ജ്വലിക്കുന്നില്ല. സുവിശേഷം നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അതിനെ അതിന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ എഴുതുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് സുവിശേഷം ജീവിതത്തിൽ കത്തിജ്വലിക്കുന്നുണ്ടോ? ജീവിതത്തെ തീ പിടിപ്പിക്കുന്നുണ്ടോ? ഇതില്ല. ഇതാണ് ഈശോയുടെ പ്രശ്നം. ഈശോ പറയും, ഇത് നടക്കുന്നില്ലല്ലോ. ഞാൻ ഈ തീ കൊണ്ടൊന്ന് ഇട്ടിട്ട് ഈ തീ കത്തിജ്വലിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ സുവിശേഷം ജീവിതത്തിൽ കത്തിപ്പടരുന്നില്ല, ജീവിതത്തിൽ തെളിയുന്നില്ല, ജീവിതത്തിൽ വെളിച്ചമാകുന്നില്ല. ഇതാണ് ഈശോയുടെ ഒന്നാമത്തെ വിഷമം. രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ, എനിക്കൊരു സ്നാനം മുങ്ങുവാനുണ്ട്, സ്നാനമേൽക്കുവാനുണ്ട്, അത് നിവൃത്തിയാകുമ്പോൾ ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഒരു സ്നാനമേൽക്കുന്നത്, ഈ സ്നാനമേൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്ഥിരമായി ഈ ഭാഗം ഉപയോഗിക്കുന്ന പുരുഷന്റെ വഴിയിലാണ്. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് നിവൃത്തിയാകുമ്പോൾ ഞാൻ എത്രയോ ഞെരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാക്യം നമ്മൾ പുരുഷന്റെ വഴി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഇത് കൃത്യമായിട്ടും സഹനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ സഹനത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ അവിടെ
രക്തം കൊണ്ടുള്ള സ്നാനം, ജലത്താലുള്ള സ്നാനത്തെ കുറിച്ചാണ്, രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ അവസാനത്തെ ബലി എന്ന സ്നാനത്തെ കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതൊരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ആ ഒരു ബലി എന്ന് പറയുന്ന ഒരു കാര്യം എന്നതിനേക്കാൾ ഉപരി ആ ബലിയിൽ ചെന്ന് അവസാനിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ആ ഒരു ക്ലൈമാക്സിൽ എത്തുന്ന ഒരു പ്രോസസ്സ്. ഈശോ ഈ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഈശോ ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ ഒരു ഭാഗമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു തർക്കമാണ്. ഈശോ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെതിർക്കുന്നു, ഇങ്ങനെ ഒരു തർക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ സ്നാനം ഏൽക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അർത്ഥമാക്കുന്നത് ഈ ഓരോ ബുദ്ധിമുട്ടുകളും, ഈശോ ഏൽക്കേണ്ടി വരുന്ന കുറ്റാരോപണങ്ങൾ, ഈശോയ്ക്കെതിരെയുള്ള ദ്രോഹങ്ങൾ, ഈശോയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകൾ, ഒരുപക്ഷെ ഈശോ കടന്നുപോയ ശ്രമിക്കുമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞ പഴിവാക്കുകൾ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം സംഭവിച്ച് എന്നിങ്ങനെ ഓരോ തുള്ളി വെള്ളം വീണ്, ഓരോ പങ്ക് വെള്ളം വീണ് ആ കുളി കടന്നുപോയി സമ്പൂർണ്ണ സ്നാനം എന്ന രീതിയിൽ അവസാനം കുരിശിൽ ബലിയായി മാറുന്നു. അപ്പൊ ഇങ്ങനെ കുളി എന്ന് പറയുന്നത് ഒറ്റത്തൊട്ടി വെള്ളം തലയിലേക്ക് വന്ന് വീഴുന്നതല്ല, ഓരോന്നും വീണ് അവസാനം കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു നിൽക്കുന്ന ആ കുളിയെ കുറിച്ച് ഈശോ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ മനുഷ്യൻ സുവിശേഷമാകുന്ന തീയാൽ കത്തിജ്വലിക്കാൻ വേണ്ടി ഈശോ ഓരോ പഴിയും കേട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ പഴിയും കേട്ട് മുമ്പോട്ട് പോയി സമ്പൂർണ്ണ സ്നാനത്തിൽ എത്തുന്നത് വരെ നീയും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വഴി കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് ഈ സമ്പൂർണമായി ഉള്ളൊരു സ്നാനത്തെ കുറിച്ച്, രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ബലി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈശോ ആഗ്രഹിക്കുന്നു എന്നല്ല അതിനർത്ഥം. മറിച്ച് ആ പോയിന്റിൽ എത്തുന്നത് വരെ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നത് കത്തിജ്വലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കത്തിജ്വലിക്കുക, അതായത് നീതിക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു മനുഷ്യനാണ് നീയെങ്കിൽ നിന്റെ ഓരോ ജ്വലനത്തിന്റെ മേലും ഓരോ ആരോപണങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, ഓരോ പ്രതിസന്ധികൾ, നിനക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നീ സഹിക്കേണ്ടതായിട്ട് വരും. അതിങ്ങനെ കടന്നുപോയി അവസാനം അതിന്റെ പരിസമാപ്തിയിലെത്തും എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. ഈ ആ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അല്ല, ഭിന്നതയാണ് ഞാൻ പറയുന്നത്. എന്തെന്നാൽ ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിക്കും. പിതാവ് പുത്രനും, പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്ക്, മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിമ്മ മരുമകൾക്ക്, മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരായും ഭിന്നിക്കുന്ന ഭിന്നതയെ കുറിച്ച് പറയാം. ഭിന്നതയുടെ സുവിശേഷം. ഭിന്നിപ്പിലൂടെ ഒരാളെ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഭിന്നിപ്പിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കുമോ? ഈ ഈശോ പറയുന്ന ഭിന്നിപ്പ് എന്താണ്? ഞാനിങ്ങനെ ഇതൊരു വ്യത്യസ്തമായ സുവിശേഷമാണ്. ഒരു റെവല്യൂഷണറി ചിന്ത ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷഭാഗം. ഇതിനകത്തൊരു വിപ്ലവമുണ്ട്, ഇതിനകത്തൊരു സമരമുണ്ട്, ഇതിനകത്തൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കയ്യിലിരിക്കുന്ന പല കമന്ററികളിൽ അല്ലെങ്കിൽ പല പഠനങ്ങളിൽ ഗസ്താവോ ഗുട്ടിയറസിന്റെ പുസ്തകം വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഗസ്താവോ ഗുട്ടിയറസ് ലാറ്റിൻ അമേരിക്ക, ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വിമോചന ദൈവശാസ്ത്രജ്ഞനാണ് ഗുസ്താവോ ഗുട്ടിയറസ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണത്. ഈ മലയാള പരിഭാഷയുടെ പേര് കണ്ണുകൾ തുറക്കുവാൻ ഹൃദയം ജ്വലിക്കാൻ എന്നാണ് മലയാള പരിഭാഷയുടെ പേര്. ഇതിനകത്ത് ഈ വചനഭാഗത്തെ കുറിച്ച് പറയുന്ന ഒരു പോർഷനുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അത് എന്റെ ടൈറ്റിലായിട്ട് അത് എഴുതുന്ന വരി ഇങ്ങനെയാണ്: ദൈവസ്നേഹത്തിന്റെ പ്രഖ്യാപനം എപ്പോഴും ഈ ലോകത്തിൽ അധികാരികളെ ഞെട്ടിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുന്നത് ഇതാണ്. ഇതിങ്ങനെ ഒരു വിമോചന ദൈവശാസ്ത്രം, അത് സമ്പൂർണമായിട്ടും അനീതിയിൽ നിലകൊള്ളുന്ന അധികാരികൾക്കെതിരെ ഉള്ള പോരാട്ടത്തിന്റെ സുവിശേഷമാണ്. ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ ചിലർ ഐക്യവും നീതിയും ഇല്ലാത്തതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വിഭാഗീയത വളർത്തുന്നതാണെന്ന് അനുഭവപ്പെടുന്നു. അതായത് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് അതിനൊരു സംഗ്രഹം ഇങ്ങനെയാണ്: തിന്മ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഭിന്നിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നുമാണ്. അവരാണ് യഥാർത്ഥ ഭിന്നിപ്പിലായിരിക്കുന്നത്. തിന്മ ചെയ്യുന്നവരിങ്ങനെയുണ്ട്, പക്ഷെ
അവര് പ്രതിദാനം ചെയ്യുന്ന അവര് നൽകുന്ന ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഒരു സമാധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാര്യം തിന്മ ചെയ്യുന്നവരൊക്കെ ഒരുമിച്ചിരിക്കുകയാണ്, പക്ഷെ ഭിന്നിച്ചിരിക്കുന്നത് ദൈവത്തോടാണ്. എന്താണ് യഥാർത്ഥം സംഭവിക്കേണ്ടത്? പറയുന്നത് ഭിന്നിക്കണമെന്ന് ഈശോ പറയുകയാണ്. ഭിന്നിക്കുന്നത് പറയുമ്പോൾ ഈ തിന്മ ചെയ്യുന്നവനോട് ഭിന്നിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവനെ ദൈവത്തോട് ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അവനെ ദൈവത്തോട് ഒന്നിപ്പിക്കാൻ, ആ സമൂഹത്തെ ദൈവത്തോട് ഒന്നിപ്പിക്കാൻ വേണ്ടി തിന്മ ചെയ്യുന്നവരോട് ഭിന്നിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തിന്മ ചെയ്യുന്നവൻ ഭിന്നിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നും സത്യത്തിൽ നിന്നുമാണെന്ന്, ദൈവത്തോടും സത്യത്തോടും വീണ്ടും കൂട്ടിച്ചേർക്കുവാനായിട്ട് തിന്മയിൽ നിന്നും ഭിന്നിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തിന്മയിൽ ഒരു പോരാട്ടം എന്ന് പറയുന്ന സംഭവത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് ഈ പ്രവാചകൻ രാജ്യദ്രോഹിയായി പരിഗണിക്കപ്പെട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ സാമൂഹിക ദ്രോഹിയായി പരിഗണിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷേ ഈ ഭിന്നിപ്പിൽ ഏർപ്പെടണം. നമ്മളൊരു വീട്ടിന്റെ അകത്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഒരു മകൻ തെറ്റ് ചെയ്യുന്ന ഒരു മകനാണെങ്കിൽ അവനോട് തെറ്റ് തിരുത്താൻ അപ്പൻ ശ്രമിച്ചാൽ ആ വീട്ടിൽ വഴക്കുണ്ടാവും. അപ്പൊ വഴക്കിടണ്ട, സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്വസ്ഥതയുള്ളൊരു വീട്. തിരിച്ചും ഒരപ്പൻ കടുത്ത തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ തെറ്റുകൾ ഭാര്യ തിരുത്താൻ ചെന്നാൽ വഴക്കുണ്ടാവും. ഉണ്ടാതിരിക്കാമെങ്കിൽ സമാധാനമുണ്ട്. പക്ഷേ ഈ സമാധാനം സാത്താന്റെ സമാധാനമാണ്. സാത്താൻ നൽകുന്ന സമാധാനത്തിനെതിരെ യേശു നൽകുന്ന ഭിന്നിപ്പ്, അതാണ് ഈ സുവിശേഷം നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈശോ ഭിന്നിപ്പ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഇപ്പോൾ ഉള്ളത് സമാധാനം എന്ന് പറയുന്നത് സാത്താന്റെ സമാധാനം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ചില വൈദികരൊക്കെ ചില ഇടവയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവിടെ ഇങ്ങനെ സ്ഥിരം പ്രശ്നക്കാരുണ്ട്, ഇങ്ങനെ പണക്കൊതിയുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി കാണിക്കുന്ന കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ എല്ലാം ഉണ്ട്. പക്ഷെ ചില വൈദികർ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാം സമാധാനമാണ്, ഒരു വഴക്കുമില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെ അവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ഒറ്റ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഭിന്നിപ്പില്ല, ആരെയും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ നിലവിടാൻ വരുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള എടുക്കുന്നെങ്കിൽ എടുത്തോ, എനിക്കുള്ളത് തന്നാൽ മതി എന്ന രീതിയിൽ ഒരു വൈദികൻ ചിന്തിച്ചാൽ പോലും അവിടെ ഭിന്നിപ്പില്ല, ഭയങ്കര സമാധാനം. ചില ഇടവേളക്ക് ചില വൈദികർ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ സമാധാനം. ചില വൈദികർ ചിലരത്ത് ചെല്ലുമ്പോഴത്തേക്ക് അസമാധാനം, അസ്വസ്ഥതയാണ്. കാരണം നിന്നെ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് വേണ്ട, ഞാൻ എടുക്കത്തില്ല, എനിക്ക് വേണ്ട കാര്യം നിന്നെ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് നിർബന്ധ ബുദ്ധിയാൽ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ഇത് നമ്മൾ രൂപതയിലേക്ക് വന്നാലും, രൂപതയിലാണെങ്കിലും ആശ്രമങ്ങളിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇപ്പം തിന്മയുടെ പങ്ക് പറ്റി അതിൽ ഗുസ്താവോ ഗട്ടിയോറസ് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്. ഇതിന്റെ വിഭാഗീയതയുടെ ഉറവിടം ഇല്ലാതാക്കിക്കൊണ്ട് ഭിന്നതയെ ഉന്മൂലനം ചെയ്യാനാണ് യേശു ശ്രമിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നതിന് വാസ്തവത്തിൽ ചിലർ തിന്മയുടെ ഉറവിടം അന്വേഷിക്കുവാൻ വിസമ്മതിക്കുന്നു. കാരണം അത് അവരുടെ ഇന്നത്തെ പ്രത്യേക ആനുകൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ചിലർ തിന്മയുടെ ഉറവിടം അന്വേഷിക്കുവാൻ വിസമ്മതിക്കുന്നു. കാരണം തിന്മയുടെ ഉറവിടത്തോടാണ് നമ്മൾ ഭിന്നിക്കേണ്ടത്, പക്ഷെ തിന്മയുടെ ഉറവിടം അന്വേഷിക്കാൻ വിസമ്മതിക്കുന്നു. കാരണം അത് അവരുടെ ഇന്നത്തെ പ്രത്യേക ആനുകൂല്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ചിലരിങ്ങനെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേലധികാരി ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ അയാളെ എതിർക്കാതെ അയാളുടെ കൂടെ കുറച്ച് ആളുകളാണ് എപ്പോഴും. കാരണം അവരങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടൂ. ഇതിങ്ങനെ ഒരു കോമൺ തിയറിയാണ്. ഗുസ്താവോ ഗട്ടിയോറസ് പറയുന്ന ഇത് കോമൺ തിയറി. നീതി നിഷേധം നടക്കുന്ന ലോകത്തിലെ എല്ലാ മേഖലകളിലും ഇത് ആപ്ലിക്കബിളാണ്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തിന്മ ചെയ്യുന്ന ഒരു അധികാരി ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകൾ ഇങ്ങനെ കാണും, സ്തുതിപാഠകരായിട്ടും ഒക്കെ കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് ആനുകൂല്യം പറ്റുന്നുണ്ട്, അവർക്കൊരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ഭിന്നിക്കത്തില്ല, അവരൊരിക്കലും അത് ഭിന്നിക്കാൻ പോകുന്നില്ല, അവരതിൻ്റെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ആനുകൂല്യം വേണ്ട എന്ന് വെച്ചിട്ട് കർത്താവിന്റെ സുവിശേഷത്തിന്റെ തീയാൽ കത്തിജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഈ സഹനത്തിന്റെ സ്നാനത്തിലൂടെ കടന്നുപോയി പൂർത്തീകരിക്കപ്പെട്ടാലും കുഴപ്പമില്ല, അത് ആവശ്യമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഇതിനെതിരെ ഭിന്നിക്കും. ആ ഒരാളായി മാറാനാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കും. നമ്മൾ ഏത് മേഖലയിൽപ്പെട്ടവരും ആയിക്കോട്ടെ, നമ്മൾ സമർപ്പിതരായിക്കോട്ടെ, അൽമാരായിക്കോട്ടെ, നമ്മുടെ ഇടവയിൽ ഒരു വിശ്വാസി രീതിയിലായിക്കോട്ടെ, നമ്മൾ
നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ഒരു വഴക്ക്, എന്തിനാ പ്രശ്നം, അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ നമുക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന കാര്യം നമ്മൾ നോക്കിയാൽ പോലെ നമ്മുടെ കാര്യം നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പിന്നിപ്പൊന്നുമില്ല. പക്ഷെ ഇത് വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവതരണമാണ് ഇവിടെ. മത്തായിയുടെ സുവിശേഷത്തിൽ 10-16 വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. വാളാണ്, അത് വചനം തന്നെയാണ്. തീയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ സുവിശേഷം മൂല്യങ്ങളാണ്. വാളാണ് കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ട് അത് വചനമാണെന്ന് തന്നെ ഉദ്ദേശിക്കുകയാണ്. ഈ വാള് ഇവിടെ പ്രവർത്തിക്കണം, ഈ തീ ഇവിടെ കത്തിച്ചൊരിക്കണം. ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് കത്തിച്ചൊരിക്കുമ്പോഴത്തേക്ക് ഭിന്നത ഉണ്ടാവും. ഭിന്നത കാരണം നമ്മൾ ആ വരി ഒരിക്കലും ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: തിന്മയിൽ ജീവിക്കുന്നവൻ, അസത്യത്തിൽ ജീവിക്കുന്നവൻ, അഴിമതിയിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ നിന്നും ഭിന്നിച്ചിരിക്കുകയാണ്. പക്ഷേ ആ തിന്മയിൽ ജീവിച്ചിരിക്കുന്നവർ ഒന്നിച്ചിരിക്കുകയാണ്, അവർക്കൊരു ഐക്യമുണ്ട്, അതുകൊണ്ട് അവിടെ സമാധാനമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഈശോയുടെ സുവിശേഷത്താൽ കത്തിച്ചൊലിക്കുന്ന ഒരാൾ, അയാളുടെ ഉത്തരവാദിത്വം ഇതിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. അയാൾ സംസാരിക്കുമ്പോൾ അവിടെ ഭിന്നതയുണ്ടാവും. ഇയാളൊരു ദ്രോഹിയായി മാറും. പ്രവാചകൻ ദ്രോഹിയായി പരിഗണിക്കപ്പെടും. പ്രവാചകനെ അതിങ്ങനെ ജെറമിയയുടെ ഭാഗം പറഞ്ഞുകൊണ്ടാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വായനാഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ജെറമിയ 38:4 പറയുന്നതാണ്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഗുട്ടിയറസ് പറയുന്നത് പ്രവാചകനെ ഒരു രാജ്യദ്രോഹിയായി അവർ ചിത്രീകരിച്ചുകൊണ്ടാണ് കിണറ്റിൽ പിടിച്ച് തള്ളിയിടുന്ന, കിണറ്റിൽ കെട്ടിത്താക്കുന്ന സംഭവമാണ് നമ്മൾ 1-ാം വായന വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ദ്രോഹങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം അവർക്ക് തിന്മയോട് ഭിന്നിക്കാൻ പറ്റുന്നില്ല, ഒന്നിച്ചിരിക്കുക. ദൈവത്തോടാണ് ഭിന്നിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തോട് ഒന്നിച്ചിരിക്കുകയും തിന്മയോട് ഭിന്നിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജെറമിയ. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഇവിടെ സുവിശേഷം ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സുവിശേഷം വെറുതെ ഇങ്ങനെ ഷോക്കേസി വെച്ചേക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമല്ല, അതിങ്ങനെ ഇങ്ങനെ തിരികത്തിച്ച് വെക്കാനുള്ള തീനാളവുമല്ല, കത്തിച്ചൊലിക്കാനുള്ള തീപ്പന്തമായി മാറാൻ വേണ്ടിയുള്ള ആശയമാണ് സുവിശേഷം. ഒരു മനുഷ്യന്റെ ജീവിതം തീപ്പന്തമായി മാറാൻ വേണ്ടിയുള്ള ആശയമാണ് സുവിശേഷം. അങ്ങനെയാണ് സുവിശേഷത്തെ അവതരിപ്പിക്കുന്നത്. കത്തിജ്വലിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കത്തി എരിയിരുന്ന ആ ഒരു തീനാളത്തെ കുറിച്ചല്ല പറയുന്നത്. കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാണ്ട് നിവൃത്തിയാകുവോളം ഞാൻ എത്രയോ ഞെരുങ്ങുന്നു എന്ന് പറയുന്ന ഈശോയുടെ വചനഭാഗം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. സുവിശേഷം ഇങ്ങനെ അതിൻ്റെ ആ തൊലിപ്പുറത്ത് മിനുക്കിയെടുത്ത് സൗന്ദര്യം കൂട്ടി കൊണ്ടുപോകാനുള്ള ഒരു വസ്തുതയല്ല. അത് മാംസവും മജ്ജയും കടന്ന് അസ്ഥിയെ തൊട്ട് തീപിടിപ്പിക്കാനുള്ളതാണ്. അസ്ഥിക്കുള്ളിൽ ഹൃദയത്തിനകത്ത് തീപിടിപ്പിക്കാനുള്ളതാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് സുവിശേഷം വായിച്ചു തുടങ്ങാം. ദൈവത്തോട് ഒന്നിക്കാൻ വേണ്ടി തിന്മയോട് ഭിന്നിക്കാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.